നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായിരിക്കെ ഗൾഫ് മേഖലയിലെ പ്രധാന നഗരങ്ങളിൽ മിസൈൽ ആക്രമണ ഭീഷണിയെ തുടർന്ന് സൈറനുകൾ മുഴങ്ങുകയാണ്. ഇസ്രയേലിന് പുറമെ അബുദാബിയിലെ ഖലീബ തുറമുഖത്തും സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലകളിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ പ്രധാന പാലങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിടുമെന്ന് ഇറാൻ സേന ഔദ്യോഗികമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോഴാ കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്കു നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ആക്രമണത്തിൽ മിന അൽ അഹമ്മദി എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് തീപിടിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. ഇക്കാര്യം കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയമാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ അപകടത്തിൽ ആളപായമില്ല എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാനുമായുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടെ കരസേനാ മേധാവി റാൻഡി ജോർജിനെ പുറത്താക്കുകയും US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റ് ഹെഗ്സത്തിന്റെ ഈ നിലപാട് വ്യാപകമായ ചർച്ചയ്ക്ക് ഇടയായിട്ടുണ്ട്. സൈനിക മേധാവി സ്ഥാനത്ത് നിന്നും ഉടൻ വിരമിക്കണമെന്ന് സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിലൂടെയാണ് ഹെഗ്സെറ്റ് റാൻഡിയോട് ആവശ്യപ്പെട്ടത്. യുദ്ധത്തിനിടെ അപൂർവമായാണ് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. റാൻഡി ജോർജിനെ പുറത്താക്കിയതിൽ പെന്റഗണും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് US-നും ഇസ്രയേലിനും വ്യാപകവും വിനാശകരവുമായ തിരിച്ചടി നൽകുമെന്ന്, ശത്രുക്കൾ മുട്ടുകുത്തും വരെ യുദ്ധം തുടരുമെന്നും ഇറാൻ ഈ അവസരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. 5ാം ആഴ്ചയിലെത്തിയ യുദ്ധത്തിൽ കഴിഞ്ഞ ദിവസവും ഇരുപക്ഷവും രൂക്ഷമായ ആക്രമണങ്ങൾ തുടർന്നിരുന്നു. ടെഹ്റാനിലെ ഇസ്രയേൽ ആക്രമണത്തിൽ പാലവും ഉരുക്കു ഫാക്ടറിയും തകർന്നടിഞ്ഞു. ശിലായുഗത്തിലേക്ക് തിരിച്ചയക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കു പിന്നാലെയായിരുന്നു ഇറാൻ അവരുടെ ആക്രമണം ഘടിപ്പിച്ചത്. ബഹ്റൈനിലെ ആമസോണിലെ കെട്ടിടം ആക്രമിച്ചതായും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. ആമസോണിന്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെന്ററിനു നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നും ഇറാൻ സ്ഥിരീകരിക്കുകയാണ്. നേരത്തെ ജോർദാനിലെ സൈനിക താവളത്തിൽ വെച്ച് US-ന്റെ യുദ്ധവിമാനം ആക്രമിച്ചെന്നും ഇറാൻ അവകാശപ്പെട്ടിരുന്നു. അൽ അസ്റാഹിലെ സൈനിക വിമാനത്താവളത്തിൽ വിമാനത്തിന് നേരെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയതെന്നും ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം US ആക്രമണത്തിൽ ടെഹ്റാനിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നടിഞ്ഞതായും ഇറാൻ വ്യക്തമാക്കി. നിർമ്മാണത്തിലിരുന്ന കറാച്ച് പാലമാണ് തകർന്നടിഞ്ഞത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും ഉയരമുള്ള പാലം കൂടിയാണിത്. ജോർദാനിലെ US-ന്റെ യുദ്ധവിമാനം ആക്രമിച്ച് എന്ന് അവകാശപ്പെട്ട ഇറാൻ അൽ അസ്റാഖ് സൈനിക താവളത്തിൽ വിമാനത്തിനു നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം US-ന്റെ ആക്രമണത്തിൽ ടെഹ്റാനിലെ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നതായും ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നു. നിർമ്മാണത്തിലിരുന്ന കറാച്ചിയിലെ B1 പാലമാണ് തകർത്തെറിഞ്ഞത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും ഉയരമുള്ള പാലം കൂടിയാണ് ഇത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇറാന്റെ ഈ പ്രവർത്തികൾ എത്തിയത്. US-ന്റെയോ ഇസ്രായേലിന്റെയോ ബോംബാക്രമണങ്ങൾക്ക് ഇറാനെ ശിലായുഗത്തിൽ എത്തിക്കാൻ സാധിക്കില്ല എന്നും ഇന്ത്യൻ ഇറാൻ എംബസി എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. 7000 വർഷത്തെ സംസ്കാരമുള്ള രാജ്യമാണ് തങ്ങളുടേതെന്നും ചരിത്രത്തിന് ഞങ്ങളെ നന്നായി അറിയാം. അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തെന്നാൽ ശിലായുഗം മുതൽ ആധുനിക കാലം വരെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതും മാനവരാശിക്കെതിരായ കുറ്റങ്ങൾ ചെയ്തു കൂട്ടിയതും നിങ്ങളാണ് എന്നാണ്, അതായത് ഇറാൻ എംബസി വ്യക്തമാക്കുന്നത്. US തന്റെ സൈനികരെ കല്ലറകളിലേക്കാണ് അയക്കുന്നതെന്നും ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കുന്നു. എന്തായാലും ഈ അവസരത്തിൽ, അതായത് കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് തീപിടിച്ച അവസരത്തിലും ഇറാൻ വീണ്ടും തങ്ങളുടെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്.